ഏതാ ശരിയായ സഭ? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്, അതാണ് സഭ. കാശുള്ളവരെല്ലാം കൂടെ കൂടുന്നത് സഭയല്ല, അത് കാശുകാർ കൂടിയിരിക്കില്ല. കാശില്ലാത്തവരെല്ലാം കൂടെ കൂടുന്നതും സഭയല്ല, അത് ഗതികേട് പിടിച്ചതെല്ലാം കൂടെ ഒന്നിച്ചിരിക്കുക, അത് സഭയല്ല. നല്ലതുപോലെ വെളുത്ത ആൾക്കാരെല്ലാം കൂടെ കൂടിയിരിക്കുന്ന സഭ, അത് കുറെ കാണാൻ കൊള്ളാവുന്നൊരു സഭയൊന്നുമല്ല. നല്ലതുപോലെ കറുത്തതെല്ലാം കൊണ്ട് ഒരു ഏരിയ, അതും സഭയല്ല, അത് പൈവക്കേടുകാര. സ്തോത്രം എന്നൊക്കെ മനസ്സിലാകുന്നില്ല. ഓരോരുത്തരും അവരവർ ഉൾപ്പെട്ട് നിൽക്കുന്നത് ആ ശരിയായ സഭയെന്നാണ് സ്ഥാപിക്കുന്നത്. പകല് പറഞ്ഞതെങ്കിലും ഒന്നുകൂടെ പറയാം, പകല് വരാത്തവരുടെ അറിവിന. കത്തോലിക്കര് പറയുന്നത് ശരിയായ സഭ കത്തോലിക്ക സഭയാണ്, തിരുസഭ. നമ്മുടേതാന്ന് പറഞ്ഞാൽ നല്ല ബോർഡ് പോടും. യാക്കോബ ഓർത്തഡോക്സ് വിവാഹക്കാർ പറഞ്ഞ ശരിയായ സഭ ഞങ്ങളുടേതാണ്, അന്ത്യോക്യന്ന്. മറ്റവര് വത്തിക്കാനില്ല. അതിൽ തന്നെ വിഭാഗം ഓർത്തഡോക്സ്. ദേവലോകം, പേര് ദേവലോകം എന്ന വഴി പോലും നല്ലതല്ല. ഈയിടെ അതിലെ പോയി തുള്ളിച്ചാടി ദൈവത്തെ ബന്ധപ്പെടുത്തിയാൽ പോയി. പേരെന്നെ അപ്പൊ അവര് പറഞ്ഞത് ഞങ്ങളുടേതാ ശരിയായ സഭ. അന്നേരം മാർത്തോമക്കാര് പറഞ്ഞത് പുലാത്തി തിരുവല്ല ഞങ്ങളുടേതാണ്. അപ്പൊ പിന്നെ അവര് മറ്റവരും കൂടെ യോജിക്കുന്നതൊക്കെ പേപ്പർ നമ്മൾ വായിക്കുന്നു. അല്ല, അവസാനമാക്കി അങ്ങനെയാണ് നാം ഒത്തവും പഠിപ്പിക്കുന്നത്. ഏതായാലും ഓരോ ഗ്രൂപ്പുകാർ പറഞ്ഞത് ഞങ്ങളുടെ സഭ ശരിയായ സഭയെന്നാണ്. അപ്പോൾ CSI CMS ആംഗ്ലിക്കൻ സഭകൾ പറഞ്ഞത് ഞങ്ങളുടെ മിഷണറി സഭ. സാങ്കേതിക ആർമിക്കാരും പുറത്തുള്ളവർ പറഞ്ഞത് ഞങ്ങളുടേതാ ശരിയായ സഭ. അപ്പൊ ഇവരെല്ലാം കടത്തി വെട്ടിക്കൊണ്ട് ബ്രദറുകാർ പറഞ്ഞത് ശരിയായ സഭ ബ്രദറ സഭയാണ്, സഹോദര സഭ. ഇതിനെല്ലാം ഒതുക്കിക്കൊണ്ട് പെന്തിക്കോസുകാർ അവർ പറഞ്ഞത് ശരിയായ പെന്തിക്കോസാണ്. പെന്തിക്കോസ് തന്നെ ഒരു വിഭാഗമുണ്ട്, TPM. അവർ പറഞ്ഞത് ഇതൊന്നും സഭയല്ല, ഞങ്ങളുടെതാ പെന്തിക്കോസ്, ഇതാണ് പെന്തിക്കോസ്. അതോ അതൊന്നും പെന്തിക്കോസ്. അപ്പൊ ഓരോരുത്തരും അവരവര് ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയാണ് ശരിയായ സഭയെന്ന് തർക്കിച്ചും വാദിച്ചും സ്ഥാപിച്ചും കണ്ടിച്ചും ഒക്കെ പോകുന്നത്. പക്ഷെ വേദപുസ്തകം എന്തോ പറയുന്നു, നമ്മൾ പകരം ചിന്തിച്ചത് നിങ്ങൾക്കറിയാം. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവസഭ. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അനുതാപ ഹൃദയത്തോടെ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നവരുടെ കൂട്ടമാണ് ദൈവസഭ. ഒരു വിഭാഗക്കാരി മാത്രം കൂടുന്നതല്ല സഭ. സകല ജാതിയിൽ നിന്നും ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ആനന്ദപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന കൂട്ടമാണ് ദൈവത്തിന്റെ സഭ. അത് നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ട് മരുഭൂമിയിലായിട്ടുള്ള പഠനമാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ മരുഭൂമിയിൽ എന്തുണ്ട്? അപ്പൊ മനസ്സിലായി ദൈവസഭയിൽ എന്തുണ്ട്, നമ്മുടെ വിഷയം എന്തുണ്ട്. ഇതെന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്താൽ ഈ യാത്ര ആനന്ദത്തിന്റെ യാത്രയാണ്. ഒന്നും അറിയാൻ മേലെ യാത്ര ചെയ്യും, വല്ല എന്തെങ്കിലും സംഭവിച്ചാൽ തളർന്നു പോകും. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് വീണ്ടും ചിന്തിക്കാം, മരുഭൂമിയിൽ എന്തുണ്ട്. മരുഭൂമി ദൈവസഭയാണ്, നമ്മുടെ വിഷയത്തോട് ബന്ധം. കാണുന്ന മരുഭൂമിയെല്ലാം സഭയല്ല. പീഠഭൂമി, സഹാറ മരുഭൂമി എല്ലാം സഭയാണെന്ന് ലാവാലമാർക്ക് പറഞ്ഞത് നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ടായി പറഞ്ഞത്. ദൈവത്തിന് മഹത്വം. അപ്പോൾ മരുഭൂമിയിൽ എന്തുണ്ട്, അതാണ് നമ്മുടെ വിഷയം. ഞാൻ പകൽ വാക്യങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. ഓർമ്മയുണ്ടല്ലോ അല്ലേ? കുറച്ചതിന് ഓർത്താണ് ആദ്യം. ദൈവത്തിന് മഹത്വം. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിന്റെ 14-ാം 19-ാം വാക്യം, പുറപ്പാട് 3:1-2, പുറപ്പാട് 3:12, 22 മുതൽ താഴോട്ട്, പുറപ്പാട് 5-ാം അധ്യായത്തിന്റെ 1, 2, 3, പുറപ്പാട് 16:31, മത്തായി 4:1, 3:1, മർക്കോസ് 2:3, 29-ാം സങ്കീർത്തനം 8-9 വാക്യം. ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. പകൽ നമ്മൾ ഒരു വാക്യമേ ചിന്തിച്ചോളൂ, അത് മൊത്തം ചിന്തിച്ചില്ല. നമുക്കിന്ന് രാത്രി ദൈവവചനം ധ്യാനിക്കാം. മരുഭൂമിയിൽ എന്തുണ്ട് അതാണ് വായിച്ച്. ഉൽപ്പത്തി 21:14 വായിച്ച്. അബ്രഹാം അധികാരത്ത് എഴുന്നേറ്റ് അപ്പവും കൊടുത്തിരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ച് കുട്ടിയെ കൊടുത്തവളെ അയച്ചു കൊടുത്തത്. അവൾ പുറപ്പെട്ടു പോയി. വിളിച്ചാൽ ഇങ്ങനെ അലഞ്ഞു നടക്കേണ്ടവളല്ല. പക്ഷെ ഇപ്പൊ മരുഭൂമിയിൽ അലഞ്ഞ് ഉടന്ന് നടക്കുകയാണ്. അബ്രഹാം കൊടുത്ത വെള്ളം തുരുത്തി വെള്ളം തീർന്നു.
അവൻ അപ്പം ദക്ഷിണങ്ങളിൽ വിടുന്നു. അപ്പമില്ലാതെ വെള്ളമില്ലാതെ ഇവളും പൈതലും മരുഭൂമിയിൽ ഭാരതോടെ യാത്ര ചെയ്യുക. ലോകത്തിന്റെ സ്നേഹത്തിന്റെ പരിമിതിയുണ്ട്, സഹോദരങ്ങളുടെ സ്നേഹത്തിന്റെ പരിമിതിയുണ്ട്, ചാർച്ചക്കാരുടെ സ്നേഹത്തിന്റെ പരിമിതിയുണ്ട്. ഇവിടുത്തെ ആളും തരവും മകനെയും മകത്തും ഒക്കെ നോക്കിയായി സ്നേഹിക്കുന്നത് അല്ലേ? അങ്ങനെ 99% അതെ. അതെ, ആത്മീയമൊക്കെ എല്ലാവരും പറയുന്ന കാര്യം അടിക്കുന്നുണ്ട്. നേരത്തെ സ്നേഹിച്ചവരും കരുതിയവരും ആദരിച്ചവരും സഭകളും ചില എല്ലായിടത്തും അല്ല, ചിലരെ ശ്രദ്ധിച്ചേ ഈ ആരംഭ സമയത്ത് കൈയടിക്കാനും പാടാനും ഒക്കെ ചില പറയുന്നത് പെണങ്ങരുത് സാധുക്കളൊക്കെ വേണം, വരികയും ചെയ്യും. അവരെ കൊണ്ട് നമ്മൾ ഇറക്കുകയും ചെയ്യും. ചില കനവും പിടിപ്പും ഉള്ളവരും വരുമ്പം മിണ്ടുന്നില്ല. മിണ്ടണ്ട. ഒരു സഭയല്ല, 99 തരത്തിലുള്ള തുടക്കത്തിൽ ഇവരെല്ലാം പിണങ്ങാതിരിക്കാൻ ഒരു കാര്യം പറയാം. പിണങ്ങാനും എനിക്കൊന്നുമില്ല, ഞാനെന്നെ ചെയ്യാണ്ട്. ഏത് സെന്ററാണെന്ന് എന്നോട് ചോദിക്കരുത്, സ്ഥലവും ചോദിക്കരുത്. ഞാൻ ഒരിക്കൽ ചെയ്ത് വേറൊരാളോട് ഒരു സെൻട്രൽ പാസ്റ്റർ പറയുന്ന കാര്യമാണ്. ഏത് സെൻട്രൽ പാസ്റ്റർ, ഏത് സെന്ററാ ഒന്നും എന്നോട് ചോദിക്കരുത്. മറന്നു പോയിട്ടല്ല, ആൾക്കാരുടെ എല്ലാം പേരറിയ ഇപ്പോഴും ഉണ്ട്. വെറുതെ പേര് പറഞ്ഞൊരു ആക്ഷേപം വേണ്ട, വിഷയം പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ സെൻട്രൽ പെട്ട ഒരാളോട് പറഞ്ഞു, എങ്ങനെയുണ്ട് അവിടുത്തെ പ്രവർത്തനം? അന്നേരം ആ പുള്ളി പറഞ്ഞു, കാര്യമായിട്ട് അങ്ങോട്ട് വരുന്നില്ല, എന്നാൽ കുറച്ച് പേര് വരുന്നുണ്ട്. അപ്പൊ പുള്ളി ചോദിച്ചു, ഏത് വിഭാഗത്തിൽ നിന്ന് വന്നവരെ? അപ്പം പുള്ളി വിഭാഗത്തിന്റെ പേരൊക്കെ പറഞ്ഞു. അപ്പം ഈ സെന്റർ അങ്ങോട്ട് പറഞ്ഞു, കുഴപ്പമില്ല, അവരെ വെച്ചങ്ങോട്ട് തുടങ്ങും, ചില കഴിയുമ്പോൾ നമ്മുടെ ആൾക്കാർ വരും, അന്നാലും നമ്മൾ നോട്ടിൽ ഇതുങ്ങളെ ഞാൻ ഒരിക്കൽ ചെയ്ത് പറഞ്ഞതാണ്. മൂന്നാമതൊരാൾ പറഞ്ഞു തന്നെ കേട്ടതും എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ്. സുവിശേഷമല്ല തന്നെയാണോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. സുവിശേഷം തന്നെയാണോ എന്നുള്ളതും സംശയിക്കണം. ഒരു വലിയ പ്രവാചകൻ പറഞ്ഞാൽ തോമസോട് ഞാൻ അറിയാം, ഞാൻ പേര് പറയുന്നില്ല. യോഗം കഴിഞ്ഞ് നമുക്ക് പേഴ്സണലി സംസാരിക്കുമ്പോൾ വേണേ പറയാം, പൊതുവെ പറയുന്ന മോശമല്ലേ. ഒരു സഭയിൽ ശുശ്രൂഷയ്ക്ക് ഭാര്യയും ഭർത്താവും അവിടെ സഭയുടെ ജാലന. അപ്പോൾ ആ വീടിന് തൊട്ട് താഴത്തിലൊരു വീട്, അവര് CSI വിഭാഗത്തിൽപ്പെട്ടവരാണ്. പക്ഷെ ആ മാതാവ് നല്ല പൊസിഷനിൽ ജോലിയിൽ ഇരുന്ന, ഹസ്ബൻഡും നല്ല പൊസിഷനിൽ, ഒരു മകൻ പുരോഹിതനാണ്. അപ്പം പക്ഷെ അവര് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചർച്ച പോയിട്ടില്ലോ, നല്ലൊരു ഫാമിലി. അപ്പോൾ ഈ പറഞ്ഞ സഹോദരിയും ഭർത്താവും പ്രവാചകയാണ്. അവിടെ ചെന്നപ്പോൾ ഒരു ദിവസം അവിടുത്തെ അവർ റിട്ടയർഡായി. അമ്മ വീടിന്റെ വാതൊക്കെ ഇരുന്നപ്പം ഈ പാർശ്വമാരിയും പിള്ളേരും കൂടെ അങ്ങോട്ട് നടന്നു പോയപ്പോൾ തൊട്ട് ചേർന്ന ആ അമ്മ പറഞ്ഞു, ചക്കയുടെ സീസൺ, അയ്യോ പിള്ളേരുമായിട്ട് ചക്കപ്പഴം തരാം. സ്നേഹത്തിൽ ചേർന്നിരിക്കുന്ന വീടല്ലേ. ഉടനെ ഈ സഹോദരി പ്രവാചകി പറഞ്ഞു, പിള്ളേര് ചക്ക പിന്നെയല്ല. അപ്പൊ അവരോർന്ന ചില പിള്ളേർ അങ്ങനെ ആകുന്നു. എന്നിട്ട് അങ്ങ് പോയി. ഈ സഹോദരി മുകളിലത്തെ വീട്ടില് ഈ പുള്ളിക്കാരി, ഞാൻ കൂട്ടി പറഞ്ഞതാ, ചക്കപ്പഴം പിന്നെ ഞാന് കറ തീർന്ന കനാനക്കാരി, ഞാന്
കറതുന്ന കനാനക്കാരി ഇങ്ങനെയുള്ളവരുടെ വീട്ടിൽ നിന്നും സുശേഷവരെ ഇവിടെയൊക്കെ തല ഇടി വെട്ടണം. നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല. ഈ വേല ഈ മാർഗം എല്ലാ കനാനക്കാരും അങ്ങനല്ല. അന്തസ്സുള്ള, ദൈവകൃപയുള്ള, ദൈവസ്നേഹമുള്ള ധാരാളം ആൾക്കാരെ എനിക്കറിയാം. ഞാൻ എവിടെ കാര്യമാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ളവളുമാരുള്ളത് കൊണ്ട് മാന്യമായിട്ട് ജീവിക്കുന്നവർക്കും അല്ലേ? നിങ്ങളെല്ലാം തത്തയൊക്കെ കാക്കാലിനെ പോലെ നിങ്ങളും അവിടെ ആരുടെയും സാധ്യത ഉണ്ടെന്ന് എനിക്കാണ് തോന്നുക. നമ്മുടെ മാർഗം ഇതാണ് നമ്മുടെ വേല. ദൈവസ്നേഹമാണ്. മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരെന്ന് കാണണം. തല തിരിക്കരുത്, തണ്ടി തിരിക്കരുത്. രക്തമല്ല ഒരേ കളറും ഒന്നാണ്. പക്ഷെ എനിക്ക് ഒത്തിരി നല്ല ആൾക്കാരെ അറിയാം കേട്ടോ. കാശുണ്ടെങ്കിലും വലിയ കുടുംബശ്രേഷ്ഠത പറയാനുണ്ടെങ്കിൽ അതൊന്നും അവർ ഗൗനിക്കാതെ വളരെ സാധുക്കളോട് എന്ത് വിനയമായിട്ടും മര്യാദയ്ക്കും മാന്യമായിട്ടും ഇടപെടുന്ന ധാരാളം ആൾക്കാർ അതെല്ലാം കാണത്തുകൊണ്ട് ഇതുപോലെ എരണം കെട്ടത് കാരണം നമ്മളും കൂടെ അല്ല ചത്ത ഈച്ച തൈലക്കാണ്ട് ദൈവത്തിന് മകത്വം. നമ്മുടെ യോഗ്യത നോക്കിയല്ല യേശു സ്നേഹിച്ചത്. നമുക്ക് വിശേഷത ഉള്ളത് കൊണ്ടുമല്ല സ്നേഹിച്ചത്. യാതൊരു യോഗ്യതയും യാതൊരു വിശേഷതയും ഇല്ലാതിരുന്നത് കൊണ്ട് അവിടുത്തെ സ്നേഹം നമ്മെ തേടി. ഞാനിതു ഒരു
ദൈവത്തിന് മഹത്വം. നന്നായി ദൈവകൃപയിൽ ജീവിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് മഹത്വം. അല്ല, നല്ല ആൾക്കാർ എല്ലായിടത്തും എല്ലാ ഇടങ്ങളിലും ഉണ്ടല്ലോ, എല്ലാ കാലത്തും ഉണ്ട്. പക്ഷെ കൂടുതലും നമ്മൾ കണ്ടുമുട്ടുന്നതെല്ലാം മുമ്പേ പറഞ്ഞ ജനതയാണ്. സ്തോത്രം. പക്ഷെ നല്ല ആൾക്കാരുണ്ട്, അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ നേരത്തെ സ്നേഹിച്ചവരും കരുതിയവരുമില്ല, എല്ലാവരാണ് വെറുക്കപ്പെട്ട് ഇവിടെ പൈതൽ മരുഭൂമിയിൽ അലഞ്ഞു നടക്കുകയാണ്. അബ്രഹാം കൊടുത്ത തുരുത്തിയിലെ വെള്ളം തീർന്നു, അപ്പകക്ഷണം തീർന്നു, വെള്ളമില്ലാതെ അപ്പമില്ലാതെ ഭാരപ്പെട്ട് അല്പം കഴിയുമ്പോൾ തന്റെ പ്രതീക്ഷയാകുന്ന ഇസ്മായേലും മരണപ്രാണം കാണിക്കുക. കുട്ടി മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ നാം ഇങ്ങനെ വായിക്കുന്ന കുട്ടിയെ ഒരമ്പിപ്പാട് ദൂരത്ത് കൊടുങ്കാറ്റിൽ മാറ്റിക്കിട്ട് മാറി മരുഭൂമിയിൽ ഹാഗാർ ദൈവത്തോട് നിലവിളിക്കുക. ആ മരുഭൂമിയിൽ കരങ്ങുന്ന ഒരു പെത്തതള്ള, മരുഭൂമിയിൽ കരങ്ങുന്ന ഒരു മാതാവ്, അല്ലെങ്കിൽ മരുഭൂമിയിൽ കരങ്ങുന്ന ഒരു സഹോദരി. കാരണം ഹാഗാറിനോട് ചോദിക്കാം, ഹാഗരെ, ഈ മരുഭൂമിയിൽ നീ കരയാനുള്ള വിഷയം എന്താ വേണേ? പറയും, ഞാൻ കരയാനുള്ള വിഷയം ഭർത്താവില്ലാത്തതോ ഭവനമില്ലാത്തതോ സമ്പത്തില്ലാത്തതോ ചാർച്ചക്കാരില്ലാത്തതൊന്നും അല്ല എന്റെ വിഷയം. ഞാൻ കരയാനുള്ള വിഷയം എന്റെ തലമുറയുടെ വിടുതല, തലമുറ മരണപ്രാണം കാണിക്കുക. തലമുറയ്ക്ക് വേണ്ടി കരയുന്ന ഞരങ്ങുന്ന നിന്നോട് ഇന്ന് രാത്രി വചനത്തിൽ കൂടെ ദൂരെ പറയുക, ഈ തലമുറയെ ദൈവം തന്നതാണെങ്കിൽ അത് നശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. എന്റെ തലമുറയെ അനുവദിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. മക്കളെ ഗോമാക്കളും അവകാശവും ദൈവം തരുന്ന പ്രതിഫലം, ഈ കയ്യിൽ അസ്ത്രം, അങ്ങനെയാ യൗവനത്തിന് മക്കൾ അവയെ എന്റെ തലമുറയെ ഉയർത്തുന്ന ദൈവമുണ്ട്, തലമുറയെ ആദരിക്കുന്ന ദൈവമുണ്ട്, തലമുറയെ ആദരിക്കുന്ന ദൈവമുണ്ട്. ഓടിച്ച് മുമ്പോട്ട് പോകാം. അല്ലെങ്കിൽ ഇന്ന് ഇങ്ങനെ പതുക്കെയാ പോകുന്നത്, 12 മണിയായാലും പോക്ക് നടക്കുകയല്ല. അപ്പൊ അതുകൊണ്ട് ഓടിച്ചങ്ങ് പോയേക്കാം. ദൈവത്തിന് മഹത്വം. എല്ലാ വാക്യവും പറയാൻ ഒക്കത്തില്ലെന്ന് എനിക്ക് അറിയാം. ദൈവത്തിന് മഹത്വം. നമ്മുടെ വിഷയം മരുഭൂമിയിൽ എന്തുണ്ടെന്നുള്ളതാ. വായിച്ചോ, പകുതി വായിച്ചതാ 19-ാം വാക്യം. 19. ദൈവം അവളുടെ കണ്ണ് തുറന്നു. ദൈവം അവളുടെ കണ്ണ് തുറന്നു. അവൾ ഒരു നീരുറവ് കണ്ടു. ദൈവം കണ്ണ് തുറന്നപ്പം ഇവിടെ എന്തുവാ കണ്ടത്? നീരുറവ് കണ്ടു. 3-ല് ഒരു കണ്ണ് തുറന്നാണ്, അതാണ് നീരുറവയാണോ കണ്ടത്? ഉൽപ്പത്തി 3-ൽ കണ്ണ് തുറന്നില്ലേ വല്യമ്മച്ചിയുടെ? 3-ന്റെ 6 വായിക്കും. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന സ്ത്രീ കണ്ടു. ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണ് തുറന്നു. അവിടെ ഇവിടെ ഇരുവരുടെയും കണ്ണ് തുറന്നപ്പോൾ നീരവയാണോ കണ്ടത്? ഞങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു. അവര് കണ്ടതൊന്നും പറയാതെ ഇത് ജഡത്തിന്റെ കണ്ണാണ്. സ്തോത്രം. ജഡത്തിന്റെ കണ്ണ. ഞാനൊരു ആശയം പറയാ, ഇഷ്ടമുണ്ട് യോജിച്ചാൽ മതി. നിഷ്കന്മക്ഷ യുഗത്തിൽ സർവജ്ഞനായ ദൈവം ആദമിനെയും ഹവ്വയെയും ഏദൻ തോട്ടത്തിലാക്കി കൽപ്പന കൊടുത്തു. എന്തോ കൽപ്പനയാ കൊടുത്തത്? ഒരു 10 മണിക്ക് വിളിക്കാം. 10 മണി കൽപ്പന നിങ്ങൾ കൊടുത്തത് അവിടുത്തെ കൽപ്പന കണ്ടുകൊടുക്കും. 3-ാമത്തെ കാര്യം പറഞ്ഞു. ഇത്തെ കാര്യം മാത്രം ഓർത്ത് ഒന്ന് തോട്ടത്തിൽ വേല ചെയ്യണം, ജോലി ചെയ്ത് കഴിക്കണം. തോട്ടത്തിൽ 2 തോട്ടം കാക്കണം, 3 ഇടയ്ക്ക് ഭരിക്കണം, 4 സന്താന പുഷ്ടിയുള്ളവരായി മാറണം. അതിമുതൽ കുലത്തെ ആണും പെണ്ണുമായി
ഇവര് പക്കം നല്ലതായതുകൊണ്ട് ഞാൻ അഥവാ ഇച്ചിരി അപാകത വന്നാൽ അവരത് മാനേജ് ചെയ്യുന്നു. അപ്പൊ അതിന് എനിക്ക് പാടണമെന്ന് തോന്നുക. പിന്നെ ഞാൻ അങ്ങനെ പാടിയാൽ നിങ്ങൾ പറയും കുഴപ്പമില്ലായിരുന്നു, വൈകിട്ട് മൊത്തം പാട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും പറയും. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഈ 2 ശീലം ഞാൻ പാടും, കുഴപ്പമില്ല. പാട്ട് മുഴുവൻ അറിയാം, എനിക്കറിയാം, എല്ലാം പഴയ പാട്ട് മുഴുവൻ അറിയാം, പാടുകയും ചെയ്യും. അപ്പോൾ ഇവരെ തോട്ടത്തിലാക്കി 4 കാര്യം കർക്കശമായി പറഞ്ഞു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ ഗാമ്യമെന്ന സ്ത്രീ കണ്ടു, ഫലം പറിച്ചു, തിന്നു. പിന്നെ തിന്ന ചാനൽ കൂടുതൽ, അത് വലിയ കാര്യം. കാരണം അതുപോലും കിട്ടാത്ത എത്ര എണ്ണം ഒരുത്തൻ എന്നോട് പറഞ്ഞ എനിക്ക് തട്ടുകടയുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെടുക. എന്നോട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നീ വേറെ ആർക്കും വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും തട്ടുകടക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പഴയ കാലത്തൊക്കെ ഞാൻ ഇതൊക്കെ പഴയ കാര്യം പറഞ്ഞു പിള്ളേരെ ചുമ്മാ പഴപുരാണം പിള്ളേർക്കാർക്കും ഇഷ്ടമല്ല. ഇവിടെ പ്രായമുള്ള അമ്മമാരുണ്ട്, ഞാൻ കണ്ടു, പിതാക്കന്മാരുമുണ്ട്. നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനൊരു 60 കൊല്ലം പുറകോട്ടിറങ്ങി എന്ന് പറയാം. അപ്പൊ ചിലർക്ക് പിടികിട്ടും, തോസുപിറ്റാനൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. പണ്ട് കാലത്ത് അപ്പൻ ജോലിക്ക് പോയാൽ ചിലപ്പോൾ താമസിച്ചായിരിക്കും രാത്രി വരുന്നത്. ക്രൈസ്തവ ഭവനമാണ്, സന്ധ്യയാകുമ്പോൾ പാട്ട് പാടി പ്രാർത്ഥിക്കും. അമ്മയും മക്കളും കൂടെ പഠിക്കുന്ന പിള്ളേർ പഠിത്തം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കും. ഹൈന്ദവ ഭവനങ്ങളിൽ സന്ധ്യയ്ക്ക് നാമം ജപിക്കും, സന്ധ്യാനാമം എന്നാണ് പറയുന്നത്. അവരും ഇങ്ങനെയൊക്കെ തന്നെ. അപ്പൊ അന്നൊക്കെ വീടുകളിലെ അമ്മയാണ് വിളമ്പുന്നത്. ഇപ്പോഴും വീടെടുത്ത് അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അമ്മ വിളമ്പെടുത്തൊരു പ്രത്യേക തൃപ്തിയാണ്. വേറെ ആര് വിളമ്പിയാലും അത് ഒക്കത്തുമില്ല. പറ, നിങ്ങൾ പറ. അമ്മ വിളമ്പി തന്നാൽ അത് ചിലപ്പോ കടിക്കാതിരിക്കുമ്പോ അമ്മ വഴക്കൊക്കെ പറയും, ഇല്ലേ? വഴക്കൊക്കെ എന്നാലും അത് തൃപ്തിയാണ്. അതെന്തായാലും നല്ല ഞാനുണ്ട് അനാഥാലയത്തിലിട്ട് ഇവൻ വല്ലതും ഗതി പിടിക്കുമോ? ഇവന്റെ സന്തതി ഗതി പിടിക്കുമോ? നിങ്ങൾ പറ. ബോധിച്ചാലൊന്നും കാര്യം നടക്കുകയല്ല. അപ്പനും അമ്മ അനാഥാശാല 21 ഇരിക്കുക, എന്തിനിങ്ങനെ സമാധി എനിക്ക് പറയുന്നത്? 21 ഇരിക്കുക മരിക്കുക. എന്റെ വെല്ലുവിളിച്ച് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, എടാ സന്തതി ഇരിക്കെ ധർമ്മം കൂട്ടിയ കൂട്ടുമരിക്ക് തീ പിടിക്കുമെന്ന്. അപ്പൊ പണ്ട് കാലത്ത് അമ്മയാണ് കിളമ്പുന്നത്, മംഗലവും ചിരട്ടത്തവിയൊക്കെയാണ്. അപ്പം അപ്പന്മാര് സമയത്ത് വന്നില്ലെങ്കിൽ ആദ്യം അപ്പന് വിളമ്പും. പഴയ അമ്മമാരൊക്കെ അങ്ങനെ. അതിന് ഓരോ നാട്ടിലും ഒരേ പേര്. വസ്തി എസ്തറിന്റെ പുസ്തകത്തിലെ അല്ല, വസ്തി അല്ലെ വലിയ കിണ്ണ. അതിനകത്ത് അമ്മ ആദ്യം അപ്പന് വെള്ളം വെച്ച് പഴയ അമ്മമാരെ ചിരട്ടത്തൊലി കൊണ്ട് 4 വശം ഒന്ന് അമുക്കും. അതെ, ഈ ഞങ്ങളുടെ അവിടെ പറയുന്ന ഭാഷയാണ് ഞാൻ പറഞ്ഞത്, തെറ്റാന്ന് ക്ഷമിക്കണം. കോപ്പയെന്ന് പറയും, കുപ്പിക്കോപ്പ. അതിന്റെ മേളിൽ പച്ച ഡിസൈൻ ഉണ്ട് പട്ടത്തിൽ, കണ്ടിട്ടില്ലേ? ഇപ്പൊ ഒന്ന് കാണാൻ എല്ലാ വീട്ടിലും ഒത്തിരി വിഭവങ്ങളൊന്നും ഒക്കത്തില്ല, പരാധീനതയാണ്. കഷണവും മീനും ചാറും എല്ലാം കൂടെ കൂട്ടി ഒരു കറിയായിരിക്കും. ഇപ്പൊ എത്ര ഉണ്ടെങ്കിലും കൊച്ചുങ്ങൾക്ക് ഒന്നും കൊണ്ട് ബോധിക്കുന്നില്ല. കൊച്ചുങ്ങൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. അതെന്നാ മുട്ട ഇതെന്നാ അത് മെഴുക്ക് പരത്തി ഇതെല്ലാം എനിക്ക് കഴിക്കാം, വേറെ ഒന്നുമില്ല. ഇതിനെ നമ്മുടെ ചെറുപ്പത്തില് ആകെ ഒരു കൂട്ടാനാണ് ഉണ്ടാകും. ഇതൊക്കെ എന്ത് ഭാഗ്യമാണ്. എന്നിട്ട് ഇവരൊന്നും മോന്നേ തെളിയത്തില്ല. കഴിക്കുകയും
നല്ല കരിവും കൂടെ ചേർത്താണ്. അപ്പം അമ്മ ഇത് ഈ കുപ്പിക്കോപ്പിന്റെ അകത്ത് ദൈവത്തിന് മാത്രം സ്തോത്രം. അപ്പൊ ഈ താല്പര്യമായിട്ട് കേൾക്കുമ്പോ അമ്മയ്ക്ക് അറിയാം. ചില അമ്മമാര് ആ കുത്തുകല്ല് സ്റ്റെപ്പിൽ വരുമ്പോ ഇങ്ങനെ രണ്ട് അപ്പൊ അമ്മയ്ക്ക് അറിയാം. ഇന്നത്തെ അമ്മ വന്ന് വിലക്ക് വിട്ട് നടന്ന് ബെല്ലടിക്കാൻ പോലും അവസാനം അന്നത്തെ അമ്മമാർക്ക് അറിയില്ല. ഉടനെ കഥ തുറന്ന് എഴുന്നേറ്റ് എന്ന് സ്വീകരിച്ച് ചിലപ്പോൾ കാലം മുഖം കഴിക്കാൻ കുളിച്ച് പെട്ടെന്ന് വന്ന് അമ്മയത് ഭക്ഷണം എടുത്ത്. അപ്പൊ പഴയ അമ്മമാരുടെ ഞാനത് പറഞ്ഞാൽ ഒന്ന് ഇപ്പൊ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുകയാണ്. പിന്നെ അമ്മ മുഖത്തോട് നോക്കിയെന്ന് പറ്റുമോ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് മുഖമൊക്കെ വല്ല പറഞ്ഞിട്ടുണ്ട് കഴിക്കാതെ നടക്കരുത്, കണ്ണുമെല്ലാം കുടിഞ്ഞിരിക്കുന്നു, കഴിച്ചിരിക്കുന്നു, ബാക്കിക്ക് അങ്ങനെയൊക്കെ. ഇപ്പൊ ഇത്രയും പറയുമ്പോൾ തന്നെ അറിയുമല്ലോ. ഇന്നാണ് പറയാം നാടെല്ലാം നടന്നിട്ട് പൊതുവാതിലായി കയറി ബാക്കിയുള്ളവളെ കൂടെ ഉറക്കാതെ എല്ലാരും പറയുന്നതല്ല. അയ്യോ 100 കണക്കിന് കൊള്ളാം, ഇതിനകത്ത് കാണും. പിന്നെ പ്രാർത്ഥന ആയതുകൊണ്ടെല്ലാം പമ്മിയിരിക്കുക. അന്ന് അങ്ങനെയല്ല. അപ്പൊ അവിടെ ഇരിക്കുമ്പോ ഇതെടുത്ത് കൊടുത്ത് ആ കൂട്ടാനെടുത്തു. അപ്പൊ അപ്പം ചോദിക്കും, കുഞ്ഞമ്മ നീ കഴിച്ചോ? ആ ഞാൻ കഴിച്ചു. നിങ്ങൾ കഴിക്കും. മുഖമെല്ലാം വല്ലാതെ ക്ഷീണിച്ചല്ലോ പറഞ്ഞായി കൊടുക്കുന്നു. കണ്ടാ നീ കഴിക്കണം അവിടെ കൊടുക്കുന്നു. അപ്പം അപ്പന്മാര് ഇതിങ്ങനെ ശ്രദ്ധിക്കുക. അവര് ബുദ്ധിയുള്ളവരാ. അവര് മൊത്തം കഴിക്കത്തില്ല. വിജ്ഞാനത്തിന്റെ വസ്തുയുടെ ഒരാൾക്കോ കുഞ്ഞമ്മ അത് പ്രതീക്ഷിച്ചായിരിക്കുന്നത്. വയറ് പറയാൻ കാണത്തില്ല, 2 പിടിക്കേ കാണുള്ളൂ. പക്ഷെ മതി, അത് തൃപ്തിയാണ്. അതൊക്കെ ആ പഴയ കുടുംബജീവിതത്തിന്റെ ഭദ്രത. ഇപ്പോഴത്തെല്ലാം വ്യത്യസ്തമായി. പുള്ളിക്കൊരു കോഴി, അതൊരു കോഴി, കോഴി കിടന്നിന് കിടന്നു. കുഞ്ഞുങ്ങൾക്ക് വേറെ കോഴി, സോസ് അല്ല പിടിഞ്ഞി. ഈ സോസ് പിന്നെ മോളെ ഇതിന്റെ മുഖത്തിന്റെ ഒരു വെളുത്ത സാധനം ഉണ്ടല്ലേ, ഇതെല്ലാം തിന്നിട്ട് നിങ്ങൾക്ക് തൃപ്തി കണ്ടോ? പക്ഷെ എന്നോട് നോക്കിന്റെ പൊന്നു മാറ്റി പല തൃപ്തി ഉണ്ടോ? ഒരു കോഴി മൊത്തം നിന്നിട്ട് വീട് കൂടി നിനക്ക് തൃപ്തി ഉണ്ടോ? എന്നിട്ട് പറഞ്ഞ പോരാ. പക്ഷെ പണ്ട് 2 പിടിയേ ഉള്ളൂ. അതൊക്കെ കുടുംബജീവിതത്തിന്റെ ഭദ്രതയുടെ വിശേഷം. ഒത്തിരി കഴിക്കുന്നതും കുടിക്കുന്നതും നിറച്ച് വിഭവങ്ങൾ ഒരുക്കുന്നത് നല്ല വിഷയം. മുള കുടച്ചതാന്തേലും ചിലപ്പോൾ ചേട്ടൻ കപ്പ വാട്ടുകപ്പ ആയിരിക്കും, അല്ലെങ്കിൽ വെള്ളുകപ്പയോ വാട്ടുകപ്പയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആട്ടെ 2 കഷണമേ ഉള്ളൂ. പക്ഷേ ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ പോയാൽ വേറെ റൂട്ടിലൂടെ പോകും. ചിലർക്ക് അതിന്റെ ബുദ്ധിമുട്ടാകും. നിങ്ങൾ പറയണം ഇതിന്റെ ശുശ്രൂഷയൊന്നുമില്ല. ദൈവത്തിന് മറന്നു അത് നമുക്ക് ആ ഭാഗമെല്ലാം വിട്ടേക്കാം. ദൈവത്തിന് മറന്ന് മടങ്ങി വരികയാണ്. ഈ വൃക്ഷഫലം തിന്നാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമനുള്ള സ്ത്രീ കണ്ടു ഫലം പറിച്ചു തിന്നു. ഭർത്താവിനും വലിയ കാര്യം കഴിച്ച ചാന്തരം. ഇനി ഈ വന്ന കാലത്തതൊക്കെ കഴിച്ച ചാന്തരം തരുമ്പോ ഓടക്കരുത്. ഉള്ളത് കഴിച്ചു നീ കയറി കിടക്കണം. എന്തിനാണ് ഇനി കഴിച്ചെന്ന് ചോദിച്ചാൽ നാളെ അതും കിട്ടാറില്ല. ഇപ്പൊ എല്ലാം സമത്വമല്ലേ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഫലം പറിച്ച് തിന്നാനുള്ളത് ഒരു കാരണം കൂടെ പറയാം. സൂത്രശാലിയാകുന്ന, വഞ്ചനാകുന്ന, ചതിയനാകുന്ന ഈ പാമ്പ് എന്നതല്ല. മൂന്നിലൊന്ന് വായിക്കുന്നു. എല്ലാ കാട്ടുജന്തുക്കളെക്കാളും
പാമ്പ് കൗശലമേറിയ പാമ്പ്. അപ്പം ആരാ തന്നെ പാമ്പ് 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 ആരാ? വെളിപ്പാട് 20:2 അറിവുള്ള വാക്യം വായിച്ചു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ചു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ. മോനെ നിന്റെ പേരെന്നാ? എപ്പപ്രാസം പേര് പോലെ തന്നെ. നിന്റെ പപ്പായ മമ്മിയാ? അത് കണ്ടുപടി. കോഴിയുടെ കാലം മാത്രം. അവൻ പിശാചും സാത്താനും എന്ന് പഴയ പാമ്പ്. ഈ പഴയ പാമ്പ് ഈ മൂന്നി വന്ന പാമ്പാ. ആ പാമ്പ് ഏതാണ്? ആ വെളിപ്പാടിൽ വെച്ച് തെളിയിച്ചതോ ഒറ്റ വാക്ക് പറഞ്ഞ പിശാച. അപ്പൊ ഈ തള്ളടൊക്കെ വന്ന ആരാ? പാമ്പിന്റെ വേഷത്തിൽ ആദരത്തിന് വന്നതാണ്. അവൻ വരുന്നത് ആരാന്നൊക്കെ നന്നായിട്ട് വിവേചിച്ചോളാം. ഭാഷമാരുടെ വേഷത്തിൽ വരും, പ്രവാചകരുടെ വേഷത്തിൽ വരും, പ്രവാചകന്റെ വേഷത്തിൽ വരും, റവറന്റിന്റെ വേഷത്തിൽ പറഞ്ഞു വരും. മനസ്സിലാകുന്നുണ്ടോ? വളരെ വിവേചിച്ചോളാം. അപ്പൊ ഈ അമ്മ വീടാനുള്ളതിന്റെ ഒരു കാരണം പറയാം. ഒത്തിരി കൊണ്ട് വീടാനുള്ള ഒരു കാരണം യവൻ വന്ന് ചാക്കത്തേക്ക് വന്നതല്ല, നിങ്ങൾ ദൈവത്തെ പോലെ ആകും. അതായത് തളയവകാനായി നിങ്ങൾ ദൈവത്തെ പോലെ ആകും. അപ്പൊ ഈ അമ്മയ്ക്ക് പോലെ ആഗ്രഹം എല്ലാ ദിവസവും വെയിലാകുമ്പം ദൈവം അമ്മയും അമ്മനും ദൈവവും കൂടെ നടക്കുന്നത്. കുറെ നാൾ കഴിഞ്ഞപ്പോ തള്ളക്ക് ഇടയ്ക്ക് അകത്തൊരു ആഗ്രഹമുണ്ട്, ദൈവത്തെ പോലെ ഒന്ന് ദൈവം കളിച്ചാൽ കൊള്ളാണ്. അങ്ങനെ ദൈവം കളിക്കുന്ന തള്ളമാരുണ്ട്. ആരാണെന്ന് എന്നോട് ചോദിക്കരുത്. ചതിച്ചു, വഞ്ചിച്ചു, എതിരേറെ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു. ദൈവത്തിന് മഹത്വം. നഗ്നരം നടന്നു. കണ്ണു തുറന്നപ്പോൾ നഗ്നരം നടന്നു. നമുക്ക് ആ പാലം വിട്ടേക്കാൻ നമ്മുടെ വിഷയത്തിൽ വരാൻ ബോധ്യപ്പെട്ടുണ്ടായിരുന്നില്ല. 21:19 വായിക്കുന്നത് ദൈവം അവൻ ഹാഗാറിന്റെ കണ്ണ് തുറന്നു. വായിച്ച് 21:19 വായിച്ച് ദൈവം ഹാഗറിന്റെ അവളുടെ കണ്ണ് തുറന്നു. അവളൊരു നീരുറവ കണ്ട് ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ദൈവത്തിന്റെ മകത്ത് ദൈവത്തിന് ഞാൻ പോകുന്നിടത്തെല്ലാം ശബ്ദം കേട്ടാ. ദൈവം അവിടെ കണ്ണു തുറന്നു. അവളൊരു നീരുറവ കണ്ട് ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ഞാൻ പകൽ ഓർപ്പിച്ചല്ലോ, അവൻ മരുഭൂമിയിൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ അവൻ കരയുന്ന, നിലവിളിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഭാരപ്പെടുന്ന ദൈവത്തിനോട് പറയുക. ഒന്ന്, മരുഭൂമിയിൽ സർവശക്തനായ ദൈവത്തിന്റെ കരുതലുണ്ട്. ഈ മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതലുണ്ട്. നിനക്ക് വേണ്ടി കരുതുവാൻ, നിന്റെ കുടുംബത്തിന് വേണ്ടി കരുതുവാൻ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതുവാൻ, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി കരുതുവാൻ, നിന്റെ സന്തതിക്ക് വേണ്ടി കരുതുവാൻ. ഒന്ന്, ഈ മരുഭൂമിയിൽ സർവശക്തനായ ദൈവത്തിന്റെ കരുതലുണ്ട്. ഞാനൊരു കാര്യം പറയാം. സകലനും കരുതി ഒഴുക്കി വെച്ചാൽ ദൈവം നമ്മെ വിളിച്ചിറക്കി. പഴയ ആരാധനകളും സമുദായങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യവും മാമൂലുകളും പിന്തുടർച്ചകളും ഒക്കെ വിട്ട് ഈ സത്യത്തിന്റെ സാക്ഷിയായി ഇറങ്ങിയ നീ പതറരുത്. ഈ മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതലുണ്ട്. വേർപെട്ട് ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ അമ്പരരൂപികളായ പലതുമൊക്കെ വിട്ടേച്ചാൽ അതിനും ഇറങ്ങിയത്. അവൻ അത് വിലമതിക്കുന്നത് ലോകപ്രകാരം വിലമതിക്കുന്ന പലതും വിട്ടേച്ചാ ഇറങ്ങിയത്. പക്ഷെ ദൈവം നിന്നെ തള്ളിക്കളയത്തില്ല. ഈ മരുഭൂമിയിൽ നിന്നെ കരുതുന്ന, നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതുന്ന, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല ദൈവമുണ്ട്.
Praise the Lord. നിക്ഷേപമെന്നു കരുത എങ്കിൽ സാക്ഷേപമവനിൽ അമരാ. നിന്റെ നിക്ഷേപമെന്നു കരുത എങ്കിൽ സാക്ഷേപമവനിൽ അമരാ. ഇത്ര ശ്രേഷ്ഠത ഒരുവൻ കൂട്ടിന അരികിലുണ്ടാവിനാൽ എന്തിനാകുലം അലരുന്നൻ മനമേ. എന്തിനാകുലം അലരുന്നൻ മനമേ. ഇത്ര ശ്രേഷ്ഠത ഒരുവൻ കൂട്ടിന അരികിലുണ്ടാവിനാൽ എന്തിനാകുലം അലരുന്നൻ മനമേ. പ്ലീസ് മോനെ പുറകോട്ടിറങ്ങി. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്ന് ഈ മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതലുണ്ട്. ഈ സർവ്വതും കരുതി ഒരുക്കി വെച്ചാൽ ആ ദൈവം നമ്മൾ വിളിച്ചത്. നിങ്ങളുടെ പുസ്തകം പഠിച്ചേ, സൃഷ്ടിവൃത്തം പഠിക്കുമ്പം 5 ദിവസം കൊണ്ട് ഈ ഭൂചര ഖേദര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചു. 5 ദിവസം കൊണ്ട്. 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. 5 ദിവസം കൊണ്ടായി കാണുന്ന മുഴുവൻ സൃഷ്ടിച്ചത് ഇല്ലേ? അത് കഴിഞ്ഞ് പിന്നെ കാണുന്ന അണ്ടകടാനം, ബ്രഹ്മാണ്ട കൂടിടാനം, ഭൂജലകേന്ദ്ര വസ്തുക്കളിൽ ഭൂമി, ഭൂമണ്ഡലം, ആകാശമണ്ഡലം, നക്ഷത്രമണ്ഡലം, ഗാലക്സികൾ വായുപതിരിക്കുകയാണ് നക്ഷത്രങ്ങൾ. പിന്നെ ഈ കാണുന്ന സകലതും 5 ദിവസം കൊണ്ട് ഒരു വലിയ പാടിക്കൊണ്ട് ചൊന്നുടൻ വാക്ക് മൂലമെന്ന് വനവിധവിൽ വർണ്ണ ജ്യോതിർഗണങ്ങുന്നു ആകാശതവ പക്ഷികൾ തന്നെയും
സാദൃശ്യത്തിലും സ്വരൂപത്തിലും മണ്ണുകൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു. മൂക്കിൽ ജീവശ്വാസം തോന്നി. മനുഷ്യൻ ജീവനുള്ള ദേവിയായി. കുരങ്ങ് രൂപാന്തരപ്പെട്ടു വന്നോ ഒന്നുമല്ല. പിന്നെ ചിലയിടത്ത് ചെല്ലുമ്പോൾ ചിലരുടെ ഇരിപ്പ് കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഡാർവിൻ പറഞ്ഞതായതാണ്ട് ഇവിടെ വന്നിട്ട് തോന്നിയിട്ടില്ല. മൂക്കിൽ ജീവശ്വാസം തോന്നി മനുഷ്യൻ ജീവനുള്ള ദേവിയായി തനിയായിരിക്കുന്ന യാദവനെ തക്ക കൊടുക്കാൻ സർവജ്ഞനായ ദൈവം ആദവനെ ജ്ഞാനത്തിന് ദീർഘത്തിന് വരുത്തിയിട്ട് അവന്റെ ഭാഷഭാഗ്യത്തിൽ ഭവനാശകൻ ഒരു ഭാര്യയെടുത്തന്ന ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ മൂന്നാലെണ്ണം എടുക്കാറുള്ളത്. ആകെ രണ്ട് സ്വന്തം പറഞ്ഞാൽ നിങ്ങൾ ആ വഴി വിശ്വാധിപത്രിയായും വിശ്വമോഹിനിയായും വിശ്വൈക മാതാവുമായുള്ള ഒരു വനിതയെ അങ്ങനെ നമ്മൾ അഭിപ്രായം പറയാറിയോ? ഏതായാലും കണ്ണു തുറന്നു. തനിക്ക് മുമ്പിലായി നിൽക്കുന്നു വിവാദത്തിൻ കനൽക്ക് നേർക്കായി കിഴക്കുതിച്ച ഭാനു പോലെ ഭാനുബിംബം ഉള്ളത്തിൽ ചിന്തിക്കുക. പ്രതീക്ഷിക്കാത്ത കാഴ്ച, അപ്രതീക്ഷിതമായ കാഴ്ചയിൽ വിഭജനായി പ്രകാരം തലയിലായിട്ട് പറഞ്ഞുവാമ്പഴം ഇവിടെ ഞാൻ തമാശ പറഞ്ഞതല്ല. അങ്ങനെ മത്തൻ കുമ്പളങ്ങ വെള്ളം ഇതെല്ലാം പുള്ളി കണ്ടതാ. പക്ഷെ ഇത് നീ കാണും. അപ്രതീക്ഷിതമായ കാഴ്ചയിൽ വിഭജനായി ഇപ്രകാരമാനവനുള്ളതിലുചരിച്ചു. എന്ത് ഞാൻ കാണുന്നത് ചന്തമേറിയ കാഴ്ച. ഹന്ത ഈ മലയാള ഭാഷയിൽ ഇടയ്ക്ക് കൊടുക്കുന്ന ഒരു പദമാണ് ഹന്ത. അത്രയ്ക്ക് വിശേഷമായ വിശുദ്ധമായ പ്രയോഗങ്ങൾ ഇവിടെ മലയാളം പഠിപ്പിക്കുന്നവരൊക്കെ കാണും. മലയാളം അറിയാവുന്ന ഹന്ത, അതിലെ ഉദ്ധരണമാരുടെ കാര്യത്തിൽ അന്തഹന്തക്കിന്ത പട്ടണ ഹന്ത കൊടുക്കും. പൂണിൽ നൊന്തിച്ചടക്കാടിയ നിന്മതപകല രാമരാമാജനാന നീരിൽ ദാർവാണ വൈര നികരതരമോ മണ്ഡലി രണ്ടവാനോ നേരത്തായി ഒരു നേരം തൊടൂര് കളയായി കുളിക്കും നേരത്തിൽ പുറം വിക്രമ നിർവര ഹന്ത കൽപ്പാന്തതോയെ ഹന്ത എന്നുള്ള പദം ചെറുക്കുന്ന അത്രയ്ക്ക് വിശേഷമായ സന്ദർഭത്തിൽ കൊടുക്കുന്ന പദമാണ്. സൈമൺ സാർ ഒരു പാട്ട് പാടി അന്ത മനോഹരം എന്തു ഹന്ത മനോഹരം. അപ്പോൾ ഈ പ്രതീക്ഷിക്കാത്ത കാഴ്ചയാണ്. അപ്രതീക്ഷിതമായ കാഴ്ചയിൽ വിഭജനായി പ്രകാരം ആദവനുള്ളത്തിൽ ഉച്ചരിച്ചു. എന്ന് ഞാൻ കാണുന്നത് ചന്തമേറിയ കാഴ്ച. കാന്ത മിന്നലി ഭൂമി പിണ്ടിതാകൃതിയായി മിന്നലെല്ലാം കൂടെ ഉരുണ്ട് പറഞ്ഞിരിക്കുകയാണ്. അത്രയ്ക്ക് പറയാം. കാന്ത മിന്നലി ഭൂമി പിണ്ടിതാകൃതിയായോ ചാന്ദ്രനെ വെടിഞ്ഞിങ്ങി ചാന്ദ്രിക വരാവതോ ചാന്ദ്ര സൗഭാഗ്യം. എന്തോ ഒരു നവസൃഷ്ടി, പുത്തൻ സൃഷ്ടി. ചാന്ദ്ര സൗഭാഗ്യം എന്തോ ഒരു നവസൃഷ്ടി. കേശഭംഗിയും അല്ലാതുള്ള വട്ടം കണ്ടിട്ട് കിടക്കുകയല്ല, മുടിയുണ്ടായിരുന്നു. കേശഭംഗിയും കുളിക്കാനും നനയ്ക്കാനൊന്നുമല്ല, ആഴ്ചയിൽ വന്നല്ല തലമുടി കെടുക്കുന്നത്. വയ്യാത്തവരെ രോഗികള് ചികിത്സയ്ക്ക് വിധേയപ്പെട്ടവരുടെ കാര്യം അന്തി പറയാൻ. ചിലതൊക്കെ വെളുപ്പിനെ 5 മണിക്കൊക്കെ പോകുന്നുണ്ട്. കുർബാന കുളിക്കാതാണ് പോകുന്നത് മിക്കതും.
ആ കാര്യത്തിൽ ഞാൻ ഹൈന്ദവരെ ബഹുമാനിക്കുന്നവരെ പ്രായമുള്ള വല്യമ്മയാണെങ്കിലും നിർമ്മാണ പ്രശ്നത്തിൽ കുളിച്ചേ പോകുള്ളൂ. നമ്മുടെ മിക്ക ആൾക്കാരും കുളിക്കാതെ ആ സഹായത്തിന് പിന്നെ കൊച്ചുങ്ങൾ പേർക്കാൻ അമേരിക്കയിൽ കുന്തം കൊടുത്തുകൊണ്ട് കുളി നനയാന്നിരിക്കുന്നത്. അതിൽ പറഞ്ഞ രണ്ടെണ്ണം കൂടെ കൊടുത്തു വിടണം. കേശവൻ മുഖാമുഖത്തിനാചകൻ പോലെ കളിയാണെന്ന് ഞാൻ പുഞ്ചിരി കൊണ്ട് തിരിയ ജാതിക്കും വശപ്പെടും. അവ്വാവിൽ ചിരി ഇരിച്ചാൽ ആരും വശപ്പെടും. പുഞ്ചിരി കൊണ്ട് തിരിയ ജാതിക്കും വശപ്പെടും. അഞ്ചിതമായ ദന്തപ്രഭയും മുകളവും നല്ല പല്ല അല്ല മുല്ലമുട്ട പോലെ അല്ലാതെ മുടങ്ങിയിരിക്കുന്ന പല്ലെന്ന് പറഞ്ഞ കാക്കായും വിളിച്ചു മുഴുവൻ മുടം കഴിഞ്ഞു 32 64 ഉണ്ട്. കേശവൻ മുഖാമുഖത്തിലാചകൻ പോലെ കളിയാണെന്ന് ജാതിയും പുഞ്ചിരി കൊണ്ട് തിരിയാതിയും വശപ്പെടും. അഞ്ചിതമായ ദന്തപ്രഭയും മുകളവും പാടലാതരം നല്ല ചൂണ്ട വീടി വലിച്ച് കറത്തിരിക്കുമെന്നല്ല. മൊത്തമെല്ലാം കേൾക്കുക പാടനാതരം മനോമോഹനം നാസികയും നല്ല മൂക്ക് നല്ല മൂക്ക നല്ല നിലനിൽ കഴിച്ച് വരച്ച് വെച്ച് നല്ല തത്തച്ചൂണ്ട് പോലെ. കാരണം ദൈവമാ സൃഷ്ടിച്ചത്, അപാകതയില്ല. പാടനാതരം മനോമോഹനം നാസികയും. നമുക്ക് 2 കിടുത്ത വേണ്ടെന്നല്ലാതെ മൂക്കിന് നീളമൊന്നും ഞാൻ കുളിപ്പിച്ച തള്ള ഇച്ചിരി മെഡിക്കുക ആയതുകൊണ്ട് ഇത്ര ഇതിൽ ഒപ്പിച്ചതാണ്. പാടനാതരം മനോമോഹനം നാസികയും പേടമാൻ അടിമണതിടുന്ന മിടികളും മാൻ പോലെ തോറ്റു പോകുന്ന കണ്ണ്. മാൻമിഴി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഏറ്റവും നല്ല കണ്ണ് മാനിന്റെ ആണെന്നാ പറയാന്. പണ്ടൊക്കെ പാടി നടന്ന ആൾക്കാണ് ഞാൻ നിന്നെ മാൻകിടാതെ പാടി നടന്ന ആൾക്കാരുണ്ട്. പിന്നെ ഞാൻ മൊത്തം പാടണ്ട, ഞാൻ നിന്നെ ഒന്നും അറിയാൻ അപ്പൊ മാനിന്റെ നല്ലെന്നാ പേടമാനടിമണിടുന്ന വെടികളും ഉല്ലസൽ കല്ലോലം പോലിടലും ചില്ലിയുഗം. കല്ലോലം എന്ന് പറഞ്ഞാൽ വെള്ളത്തില, ചില്ലിയുഗം എന്ന് പറഞ്ഞാൽ പുലികക്കൊടി. അപ്പൊ ഈ സംസാരിക്കുന്ന ഈ പുലികക്കൊടി ഇങ്ങനെ ഇറക്കി വന്ന ഈ വെള്ളത്തുള്ളി ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ വെള്ളം കല്ലോലം പഠിച്ചത്. കല്ലോലജാലങ്ങളിൽ കണ്ടു കമലമണിത് കണ്ടു ഉള്ളതൽ കല്ലോലം പോലെ ചില്ലിയുഗം നല്ലൊരു ദാടിമത്തെ വെല്ലുന്ന ഗന്ധങ്ങളും ഗന്ധം കവള് ദാടിമ മാളം ദാടിമ. അപ്പൊ ഉല്ലസൽ കല്ലോലം പോലെ ചില്ലിയുഗം നല്ലൊരു ദാടിമത്തെ വെല്ലുന്ന ഗന്ധങ്ങളും. അപ്പൊ സാറിന്റെ ഭാവന 2 മാതളപ്പഴം എടുത്തു വെച്ചിട്ട് പോലെ ആ കവിള് കണ്ടു. നിങ്ങൾക്ക് തള്ളയുടെ അസൂയ തോന്നുന്നു. അതെ, ഇരിപ്പ് കാണാൻ പാടില്ല. അത്രയ്ക്ക് സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവമായിരുന്നു ഹവ്വ. ആദമോ അവണ്ണം തന്നെ. കാരണം പറയാം, സൃഷ്ടിച്ചത് ദൈവമാണ്. നിഷ്കന്മക്ഷ യുഗത്തിലാ സൃഷ്ടി നടത്തിയിരിക്കുന്നത്. എന്നാൽ ഈ പരുവത്തിന് പാപം പ്രവേശിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നിന്റെ സകല അപാകതകളും ന്യൂനതകളും പരിഹരിക്കപ്പെടുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പാപമില്ലാത്ത പരിശുദ്ധനാകുന്ന യേശുവിനെ നീ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നിന്റെ സകല അപാകതയും മാറിക്കും. ന്യൂനതകളെല്ലാം മാറും, പോരായ്മകളെല്ലാം മാറും. അവൻ നന്നാകാൻ വേണ്ടി അവിടുന്ന് നമുക്ക് വേണ്ടി പങ്കപ്പാട് വേദനകളെ സഹിച്ചു. ദൈവത്തിന് മഹത്വം.
നമ്മുടെ വിഷയത്തിലേക്ക് വരാൻ ദൈവത്തിന് മകത്ത്. ഇങ്ങനെ ദൈവം തമ്പുരാൻ ഇവരെ തോട്ടത്തിലാക്കിയിട്ട് കൽപ്പന കൊടുത്തിട്ട് പറഞ്ഞേ ഇതെല്ലാം അടക്കി ഭരിക്കണം. എല്ലാം അടക്കി ഭരിച്ച് നിങ്ങൾ കഴിക്കേണ്ടതല്ലാന്ന് അവിടെ എഴുതിട്ട് എന്തോ കഴിക്കാനാണ് പറഞ്ഞത്? രാവിലെ മട്ടനെ തട്ടിയേക്കണം അങ്ങനെ അല്ല, ഉച്ചയ്ക്ക് പോത്ത് ഇളപ്പൻ അല്ല, വൈകിട്ട് തന്തൂരി അങ്ങനെയാണോ പറഞ്ഞത്? എന്തുവാ കഴിക്കണ്ടേ? എന്തോ സാറേ അതോടെ തിന്നാൻ നിൽക്കണ്ടേ? ജീവവൃക്ഷവും നന്മന്മാരെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് ഉറപ്പിച്ചു. തോട്ടം നനപ്പാൻ ഒരു നദി ഭൂമിയിലെങ്ങും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിലെങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിന്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. പിന്നെ മൂലിക്കാമെ അടിക്കാൻ തുടങ്ങിയെന്നോ അല്ല, ഏട്ടക്കൂരി, മൂലിക്കാമ, ഓത്തം, അല്ലെന്ന അതാ ദോസല്ലേ ആയിക്കോട്ടെ. സ്തോത്രം. വെള്ളപ്പാകം കഴിഞ്ഞ 10 തലമുറ വരെ മാംസമൊന്നും കഴിക്കുന്നില്ല. ഏതാണ്ട് കണക്കെടുത്താൽ ഒരു 2000 കൊല്ലം. ആദാം മുതൽ നോഹ വരെ 10 തലമുറ, നോഹ മുതൽ അബ്രഹാം വരെ 10 തലമുറ, അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തു വരെ. ആദാം മുതൽ നോഹ വരെ 10 തലമുറയാണ്. ആദാം, ശേത്ത്, ഏനോശ്, കേനാന്, മഹലേല്, യാരദ്, ആസന്ന ഭാവിയിലെ അനുഭവത്തിലേക്ക് കൊണ്ടുവരും. സ്തോത്രം. നമ്മുടെ വിഷയമല്ല, അതുകൊണ്ട് അത് വിട്ടാൽ ആരോഗ്യം ഉണ്ടാക്കാന ദൈവത്തിന് മഹത്വം. അപ്പൊ തമ്മിൽ ഇവരോട് പറഞ്ഞു, പിന്നെ ഇത് മുഴുവൻ നിങ്ങൾക്ക് ആഹാരമാണ്, അടക്കി ഭരിക്കണം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ സാഹചര്യത്തോട് അങ്ങനെ പറഞ്ഞാൽ പോകുന്നു. ഇവരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഇവർക്കുള്ളതെല്ലാം കരുതി വെച്ചു. നിനക്ക് വേണ്ടതെല്ലാം കരുതി വെച്ചാൽ ദൈവം നിന്നെ വിളിച്ചിറക്കിയ സമുദായത്തിൽ നിന്ന്, ആചാരത്തിൽ നിന്ന്, അനുഷ്ഠാനത്തിൽ നിന്ന് നേരത്തെ നിന്ന മേഖലയിൽ നിന്ന് ദൈവം തക്ക സമയത്ത് നിന്നെ വിളിച്ചിറങ്ങിയപ്പോൾ നിരാശപ്പെടരുത്. നിനക്ക് നിന്റെ കുടുംബത്തിന് വേണ്ടതല്ല ദൈവം കാര്യം ഒഴുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേർപെട്ട ദൈവത്തെ ആരാധിക്കുവാൻ ഇറങ്ങിയ ദൈവത്തിന്റെ പൈതൽ നിരാശപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്, പിന്മാറരുത്, ക്ഷീണിക്കരുത്. നിനക്ക് വേണ്ടി ദൈവ സകലത്തിന് അരിഞ്ഞു വെച്ചു. ആദാമിനെ ഹവ്വായെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഇവർക്കുള്ളതെല്ലാം കരുതി വെച്ചു. എല്ലാം കരുതി വെച്ചാൽ വിളിച്ചിറക്കി. നിങ്ങൾ വേദപുസ്തകം പഠിച്ച ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ പ്രയാണം ചെയ്യുക. ഏതാണ്ട് 30 ലക്ഷം, 30 അല്ലെങ്കിൽ കൂടുതലുണ്ട്. 30 ലക്ഷം ജനം 40 വർഷമാണ് മരുഭൂമിയിൽ പ്രയാണം ചെയ്തത്. അവർക്ക് വേണ്ടി ദൈവം നേരത്തെ കരുതി. ഒരു കാരണം മോശ ചിന്തിക്കാതെ ഇത്രയും ജനത്തെ കൊണ്ട് ഞാൻ മരുഭൂമിയിലോട്ട് പോവുക, ഈ മരുഭൂമിയിലെ ചൂടുകൊള്ളുന്ന
ഈ കഠിനമായ ചൂട് വന്നാൽ മനുഷ്യൻ മരിച്ചു പോകാൻ സാധ്യതയേറും. അൾട്രാവയലറ്റ് രശ്മികള് മനുഷ്യന്റെ ശരീരത്തിൽ നിബന്ധിച്ചാൽ മാരക രോഗം വരെ വരും. അതിനാണ് ഇതിൽ വരുന്ന സൺ ഇംഗ്ലീഷ് പറയാനോ? ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞാൽ ഇഷ്ടമല്ല. സൂര്യന്റെ കഠിനതാപം ഏറ്റാൽ മാരക രോഗം വരുമെന്നുണ്ട്. മനുഷ്യൻ മരിച്ചു പോകാറുണ്ട്. മോശം ചിന്തിക്കാൻ ഇത്രയോ ലക്ഷം ജനത്തിന് ഞാന് സൂര്യതാപം ഏൽക്കാതിരിക്കാം കോട എവിടുന്ന് കൊടുക്കുമെന്നെങ്ങാനും ചിന്തിക്കുകയാണെങ്കിൽ ഒരു ചോട് മുന്നോട്ട് വെക്കുക. ഇനി ഇത്രയോ ലക്ഷം ജനത്തിന് ഏത് കമ്പനിയാണ് കോട കൊടുക്കുന്നത്? ഇവിടെ ജോൺസന്, സെന്റ് ജോർജ്, പോപ്പി, പിന്നെ ഈ വർഷം ഇത് കോട അപ്പൊ ഇവിടെ സെന്റ് ജോർജ്, പോപ്പി, ജോൺസൺ ഒക്കെയാണ്. ഇനി ഏത് കമ്പനിയാണ് ഈ 30 ലക്ഷം ജനത്തിന് കുട കൊടുക്കുന്നത്? ഇനി അഥവാ കുട കൊടുത്താൽ തന്നെ പ്രശ്നമല്ലേ? നമ്മളന്ന് ഉടനെ കുടക്കമ്മിറ്റി ഉണ്ടാകും. കുടക്കമ്മിറ്റി നമുക്ക് എല്ലാത്തിനും കമ്മിറ്റിയാണ്. കുടക്കമ്മിറ്റി 10 കുട അതിന്റെ കുടക്കുണ്ടാക്കുകയും ചെയ്യും. അവസാനം കുടയുടെ ജീല കളഞ്ഞിട്ട് കമ്പി കഴിക്കുന്നതാണ്. നമ്മളെല്ലാം നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ദൈവം തമ്പുരാൻ പറഞ്ഞു കുടക്കമ്മിറ്റി വേണ്ട, ഉടക്കം വേണ്ട, ബഹളവും വേണ്ട, കമ്മിറ്റിയും ഒന്നും വേണ്ട. പിന്നെ ഒരു കാര്യം, എല്ലാവർക്കും കൂടെ ഞാൻ ഒരു കുട തരും. 30 ലക്ഷം ജനത്തിന് 40 വർഷം ചൂടടിക്കാതിരിക്കാൻ ഒറ്റ കുട. ആ കുട ഞാൻ തരും. അവൻ പിന്നൊരു കാര്യം, ഞാൻ പിടിച്ചോളാം, നിങ്ങൾ ആരും പിടിക്കണ്ട. കാരണം എനിക്കൊറ്റ ഒരുത്തിനെ വിശ്വാസമില്ല. നമ്മുടെ എല്ലാവരുടെയും തരും കുട തരികയില്ല. എന്തെങ്കിലും നിങ്ങളുടെയും കുട തന്നാൽ നമുക്ക് ഇഷ്ടമുള്ളവരെ കുടയെ കേട്ടു. അല്ലാത്തവരെല്ലാം കേട്ടിയത് വരികയില്ല. പാസ്റ്റർ സങ്കടപ്പെട്ടിരിക്കുന്നത് പോലെ. അയ്യോ, ആര് നമുക്കെന്നാ യോഗം വന്നതെന്താ? നമ്മുടെ സഭയില് പ്രായമുള്ളതാണ്. അച്ഛൻ എന്നാ അമ്മ എന്തോ പ്രായമുണ്ട്. വൈകാതിരിക്കുക. നമുക്കെന്നാ യോഗം നടത്താം. നമുക്ക് ദൈവം അനുവദിച്ചാൽ ഈ വിഷയം പിന്നീട് നമുക്ക് ചിന്തിക്കാം. ഒറ്റ ഭാഗം പറയാം. ദൈവം നിനക്ക് വേണ്ടി കരുതും. തലമുറയ്ക്ക് വേണ്ടി ദൈവം കരുതും. ഒരു ദോഷവും വരികയില്ല. ആ ദുഃഖവർണ്ണത്തെ നമുക്ക് ഓർക്കാം. ദൈവം ആശ്വസിപ്പിക്കട്ടെ. ദൈവം സമാധാനിപ്പിക്കട്ടെ. ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാൽ വിശ്വാസമാണ്. അതുകൊണ്ട് ഒരു കാര്യം വീണ്ടും ഓർപ്പിക്കട്ടെ. എല്ലാവരും ഒരുങ്ങിക്കോണം. ദൈവത്തിന് മഹത്വം. നാളെ ചിലപ്പോൾ നമ്മളായിരിക്കാം, നിങ്ങളായിരിക്കാം, മറ്റൊരു വ്യക്തിയായിരിക്കാം. ഏത് സമയത്തും ദൈവം നമ്മൾ ഒരുക്കത്തോടിരിക്കണം. ഒന്ന്, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. 2, ഏത് സമയത്തും ഒരുക്കത്തോടിരിക്കണം. ബാക്കി ഞാൻ പ്രസംഗത്തിന്റെ മുഖവരെയായതുകൊണ്ട് ദൈവം അനുവദിച്ചാൽ നമുക്ക് പിന്നീട് എന്തേലും ചിന്തിക്കാം. എല്ലാവരും അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ചാൽ, കർത്താവേ, അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കരുതുവാൻ നീ വിശ്വസ്തനാണ്. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി കരുതുവാൻ അവിടുന്ന് വിശ്വസ്തനാണ്. എല്ലാവരും അല്പസമയം സ്തോത്രം ചെയ്യട്ടെ. ആ ഭവനത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ പകരട്ടെ. എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്യുക. ഓ ദൈവത്തിന്റെ മഹത്വം, 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 ദൈവത്തിന്റെ മഹത്വം. സന്തോഷമാ യാത്ര ചെയ്യൂ. എന്തെല്ലാം വന്നാലും കർത്താവിനെ സന്തോഷമായി യാത്ര ചെയ്യൂ. മിസ്രയീമിൽ കേറി പാതിലൊന്നു ആശ്വാസേ മുൻപിലുണ്ട്. അമ്മേ കൈകൊണ്ടു നീ കടലിനു കൽമേടാ
ഇന്ന് പകൽ ഈ വൈകിയ വേളയിൽ ഇവിടെ വന്ന് ശുശ്രൂഷിപ്പാൻ